കാസർഗോഡ് മദ്രസയിലെ അധ്യാപകനായിരുന്ന കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടു. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. സംഘപരിവാർ പ്രവർത്തകരായ കേളുഗുഡയിലെ അജേഷ്, നിതിൻ കുമാർ, അഖിലേഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. സിജു കണ്ണനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സിജു, ഏറെ ചർച്ചയായ ഏറെ വിവാദമായ ഒരു കേസാണ് ഈ റിയാസ് മൗലവി കേസ്. ഇപ്പോൾ ഇതിലെ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. എന്ത് സാഹചര്യത്തിലാണ് പ്രതികളെ വെറുതെ ഇട്ടത്? കോടതിയുടെ നിരീക്ഷണമൊക്കെ ഏത് തരത്തിലായിരുന്നു? കീർത്തി, കാസർഗോഡ് 2017 മാർച്ച് 20 പുലർച്ചെ മദ്രസ അധ്യാപകൻ കുടക് സ്വദേശി റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് RSS പ്രവർത്തകരായ കേളുകുടയിലെ രാജേഷ്, നിതിൻ, അഖിലേഷ് എന്നിവരെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത്. വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. കുറ്റം തെളിയിക്കാനാവാത്തതിനാൽ പ്രതികളെ വെറുതെ വിട്ടുവെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വളരെ നിരാശാജനകമായ ഒരു വിധിയാണെന്നാണ് കുടുംബം, അതോടൊപ്പം തന്നെ ആക്ഷൻ കമ്മിറ്റിയും പ്രോസിക്യൂഷനും എല്ലാം പ്രതികരിച്ചിരിക്കുന്നത്. കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ നീതി ലഭിച്ചില്ല. 100-ലധികം സാഹചര്യ തെളിവുകൾ പ്രതികൾക്കെതിരെ ഉണ്ടായിരുന്നു. 97 സാക്ഷികൾ ഉണ്ടായിരുന്നു. 215 രേഖകൾ പരിശോധിച്ചു. 45 തൊണ്ടിമുതൽ പരിശോധിച്ചു. വളരെ മികച്ച രീതിയിലുള്ള അന്വേഷണമാണ് നടത്തിയത് എന്നാണ് ആക്ഷൻ കമ്മിറ്റിയും അതോടൊപ്പം കുടുംബാംഗങ്ങളും പ്രോസിക്യൂഷനെ കുറിച്ച് പറയുന്നത്. പ്രോസിക്യൂഷനും വലിയ പ്രതീക്ഷയിലായിരുന്നു. പ്രതികൾക്ക് സാമുദായിക സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് കൊലപാതകം നടത്തിയത് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ്. എന്നാൽ കോടതിയിൽ നിന്ന് മറ്റൊരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പീൽ പോകുന്ന കാര്യം ഉൾപ്പെടെ പരിശോധിച്ച് തീരുമാനം സിജു കണ്ണനാണ് വിവരങ്ങൾ